ബിജെപിയിൽ നിന്നും ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുമെന്ന ശക്തമായ സൂചനകൾ പുറത്തുവരുമ്പോഴും പ്രഖ്യാപനം വൈകുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശിവസേന നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ ഏകനാഥ് ഷിൻഡെയും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ഇന്നോ നാളെയോ ഉണ്ടാകുമെന്ന സൂചനകളും വരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 5-4 ഭൂരിപക്ഷത്തോടെ മഹായുതി ഏകപക്ഷീയ വിജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി ആരാവുമെന്ന പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല. മുന്നണി തീരുമാനവും പ്രഖ്യാപനവും സത്യപ്രതിജ്ഞാ തീയതിയും ഇന്നു വരുമെന്നാണ് സൂചനകൾ. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും മാത്രം സത്യപ്രതിജ്ഞ ചെയ്യുക. മന്ത്രിമാരുടെ എണ്ണവും വകുപ്പും പിന്നീട് തീരുമാനിക്കാമെന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ. മഹായുതിയുടെ 235 MLA-മാരിൽ 132 പേരും ബിജെപിയിൽ നിന്നാണ്. മുൻ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുമെന്ന സൂചനകൾ വരുമ്പോഴും പ്രഖ്യാപനത്തിന് മുന്നണിയോ ബിജെപിയോ ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിലെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഷിൻഡെ സർക്കാരിനുള്ള തുടർ ഭരണാനുമതിയാണ് ജനം നൽകിയതെന്ന് ശിവസേന ചൂണ്ടിക്കാണിക്കുന്നു. ഷിൻഡെയുമായി ധാരണയുണ്ടാക്കിയാൽ ഉടൻ തന്നെ പ്രഖ്യാപനമുണ്ടാകും. 3 പാർട്ടികളുടെയും പ്രധാന നേതാക്കളുടെ യോഗം ഇന്ന് നടന്നേക്കും. ഇതിനു മുന്നോടിയായി ബിജെപി കേന്ദ്ര നേതൃത്വം ഏകനാഥ് ഷിൻഡെയുമായും അജിത് പവാറുമായും ചർച്ച നടത്തും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാറിനെ കണ്ട ഹേമന്ത് സോറൻ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചു. നിലവിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ഹേമന്തിനോട് സത്യപ്രതിജ്ഞ വരെ താൽക്കാലിക ചുമതല തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചു. തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാവുന്നു. 49-കാരനായ ഹേമന്ത് 4ാം തവണയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാവുന്നത്. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ച സ്ഥാപകനുമായ ഷിബു സോറന്റെ മകനായ ഹേമന്ത് 2013-ൽ 38-ാം വയസ്സിലാണ് ആദ്യ തവണ മുഖ്യമന്ത്രിയായത്. ഹേമന്ത് സോറനും JMM-നും ഇത് ബിജെപിയോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള മധുര പ്രതികാരം കൂടിയാണ്. ED എടുത്ത അഴിമതി കേസിൽ ജയിലിൽ പോവുകയും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ജാമ്യത്തിൽ വന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് മത്സരിച്ച് ബിജെപിയെ തറപറ്റിച്ച് ആധികാരിക വിജയമാണ് ഹേമന്ത് നേടിയത്. 81-അംഗ നിയമസഭയിൽ 3-2 ഭൂരിപക്ഷത്തോടെ 56 MLA-മാരുടെ പിന്തുണയോടെയാണ് ഇന്ത്യ മുന്നണി ജയം. വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ കഴിയുന്നതോടെ 24 വർഷത്തെ ജാർഖണ്ഡ് ചരിത്രത്തിൽ ഭരണത്തുടർച്ച നേടുന്ന ആദ്യ മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ മാറും. കോൺഗ്രസിന് ശക്തി കേന്ദ്രങ്ങളടക്കം അടിപതറുമ്പോഴാണ് ബിജെപി വെല്ലുവിളി നേരിട്ട ഹേമന്ത് സോറൻ ജാർഖണ്ഡിൽ ഭരണം നിലനിർത്തിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യ മുന്നണി നേതാക്കളായ രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, അഖിലേഷ് യാദവ് തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ്, RJD എന്നീ പാർട്ടികളുമായി വകുപ്പ് വിഭജനത്തിലും പ്രാഥമിക ധാരണയായിട്ടുണ്ട്. ഹേമന്ത് സോറനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടിക ഉടൻ ഗവർണർക്ക് നൽകുമെന്ന് JMM നേതാക്കൾ അറിയിച്ചു. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.